ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് ഞാൻ എങ്ങനെ വന്നു എന്ന്. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന തമിഴ്നാട് അമ്പലങ്ങളിലൂടെയുള്ള യാത്രകളിലൂടെയാണ് ഈ പറയുന്ന സ്പിരിച്വൽ ജേണിയിലോട്ട് ഞാൻ വരുന്നത്. കാരണം ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പണി, ഇതിൻ്റെ സൊല്യൂഷൻ തേടിയുള്ള യാത്രകളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അത് ഇപ്പോൾ ഈ പറയുന്ന മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴും എല്ലാവരും ഈ പറയുന്ന സ്പിരിച്വൽ ജേണിയിലോട്ടുള്ളവരെല്ലാവരോടും ചോദിച്ചപ്പോഴും പറയുന്ന കാര്യമാണ്, അവർക്ക് കുറച്ചും കൂടി തമിഴ്നാട് അമ്പലങ്ങളിലെ പവറാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കണം. ഈ പറയുന്ന കേരളത്തിലെ അമ്പലങ്ങളിലെ പവറേക്കാളും കുറച്ചും കൂടി കൂടുതൽ അവർക്ക് അനുഭവപ്പെട്ടേക്കണം തമിഴ്നാട്ട് അമ്പലങ്ങളിലെ പവറാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ അമ്പലങ്ങൾക്ക് പവറില്ലെന്നല്ല, കേരളത്തിലെ അമ്പലങ്ങൾക്കും പവറുകളുണ്ട്. ചില അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലും ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാനൊരു ഇതിൻ്റെ കുറച്ച് പോർഷൻ, ആ മുന്നത്തെ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഞാനൊരു റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മന്ത്ര തന്ത്ര യന്ത്ര. ഓക്കെ, ആ റീൽസിൻ്റെ അടിയിൽ ഇപ്പോഴും വന്ന് കുറച്ച് പേര് കമൻ്റ് ഇടുന്നുണ്ട്. അതായത് ഈ പറയുന്ന പരശുരാമൻ എന്ത് ചെയ്തു, അതേപോലെ ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴും കേരളത്തിലെ അമ്പലങ്ങളിലോട്ട് വരുന്നുണ്ടല്ലോ, ഈ പറയുന്ന പല പല ഫേമസ് അമ്പലങ്ങളിലോട്ട് അവർ തൊഴാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ തെറ്റില്ലേ എന്ന് ഞാൻ പറയാം. ഈ പറയുന്ന അവസാനം പറഞ്ഞവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ തന്നെ, കേരളത്തിൽ നമ്മൾ തന്ത്രത്തിലൂടെയാണ് ഈ പറയുന്ന ഈ പറയുന്ന ഡൈറ്റീസിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. ഇനി തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ മന്ത്രം മാത്രം മതി, അവിടെ തന്ത്രം കുറവാണ്. ഇനി നോർത്തിലോട്ട് പോകുമ്പോൾ യന്ത്രാസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ തന്ത്രം വേണ്ട രീതിയിലല്ല യൂസ് ചെയ്യുന്നില്ല, കറക്റ്റായിട്ടല്ല ചെയ്യുന്നെങ്കിൽ, തന്ത്രം പഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൂർത്തികൾക്കും പവർ കുറഞ്ഞു തുടങ്ങും. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലെ അമ്പലങ്ങളെല്ലാം സ്വയംഭൂ അമ്പലങ്ങളാണ്. അതായത് സ്വയം അവിടെ ഇരുന്നിട്ട് ഇതാവും, പവർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പവറും. പക്ഷെ കേരളത്തിലൊന്നും സ്വയംഭൂ അല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ വർഷിപ്പ് ചെയ്താൽ മാത്രം, പൂജിച്ചാൽ മാത്രമേ അതിൻ്റെ പവർ നിൽക്കുള്ളൂ. എപ്പോൾ പൂജ നിന്നു അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ പവർ കുറഞ്ഞു തുടങ്ങും. ഉദാഹരണം, പല അമ്പലങ്ങളും ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ പറയുന്ന വാർത്തകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ അമ്പലങ്ങളിൽ നടക്കുന്ന കഥകളൊക്കെ. ഓക്കെ, ഇനി പരശുരാമൻ എന്ത് ചെയ്തു? കാരണം അത് പറഞ്ഞു പോകണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തന്ത്രത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അതായത് പരശുരാമൻ ഈ പറയുന്ന കേരളം മഴുവെറിഞ്ഞിട്ടാണ്, ഈ കേരളം എന്ന് പറയുന്ന കേരളദേശം കടലിൽ നിന്നും പൊങ്ങി വന്നു. ഇതെല്ലാം നമ്മളെല്ലാവർക്കും അറിയുന്നൊരു കഥ. പക്ഷെ ഇതിൻ്റെ ബാക്കിലെ കഥകൾ നിങ്ങൾക്ക് അറിയും. പരശുരാമൻ ആരായിരുന്നു അറിയും? പരശുരാമൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ്. ഓക്കെ, പരശുരാമൻ ജനിച്ചത് ജമദഗ്നിയും അതേപോലെ രേണുക എന്ന ദമ്പതികളുടെ ഏറ്റവും ഇളയ മോനായിട്ടാണ് ഈ പറയുന്ന പരശുരാമൻ ജനിക്കുന്നത്. ജമദഗ്നി എന്ന് പറയുന്നത് പരശുരാമനേക്കാളും കൂടുതലും ശൗര്യവും ഈ പറയുന്ന ദേശക്കാരനുമായിരുന്ന ഒരു മുനിയായിരുന്നു. അതൊക്കെ പുരാണാസിൽ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ പണ്ട് ഈ പറയുന്ന പരശുരാമന്റെ ചെറുപ്പത്തിലെ ജമദഗ്നി ഈ പറയുന്ന യാഗത്തിന് വേണ്ടി വെള്ളം കോരാൻ വേണ്ടി ഈ പറയുന്ന പരശുരാമന്റെ അമ്മ രേണുകയോട് വിടും പുഴക്കരയിലോട്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും വരാണ്ടായി കഴിഞ്ഞപ്പോൾ മെഡിറ്റേഷനിലൂടെ ഈ പറയുന്ന ജമദഗ്നി കാണും ഈ പറയുന്ന രേണുക അവിടെ വരുന്ന ഒരു രാജാവിനെ കണ്ടു, ക്ഷത്രിയനായ രാജാവിനെ കണ്ടു. ആ രാജാവിൻ്റെ ഇതിനകത്ത് കണ്ണുടക്കി അവിടെ നിന്നുപോയി. തിരിച്ച് ലേറ്റായിട്ട് വന്ന ജമദഗ്നി ഭാര്യയുടെ തലവെട്ടാനാണ് ഈ പറയുന്ന മക്കളോട് പറഞ്ഞത്. ആദ്യത്തെയും 2ാമത്തെയും മകൻ ചെയ്തില്ല. പക്ഷേ അച്ഛൻ പറയുന്നത് എന്തും വില്ലിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന പരശുരാമൻ സ്വന്തം കയ്യിൽ കരുതിയിരുന്ന ഈ പറയുന്ന എന്താ അറിയാലോ, പുള്ളിയുടെ മെയിൻ ടൂൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതായത് പുള്ളിയുടെ കയ്യിലിരുന്ന മെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, കോടാലി വെച്ചിട്ട് സ്വന്തം അമ്മയുടെ തല വെട്ടിക്കളഞ്ഞു. ഇത് കണ്ട് സംതൃപ്തനായ പരശുരാമന്റെ അച്ഛൻ പരശുരാമന് ഒരു വരം കൊടുത്തു. ആ വരം പരശുരാമൻ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തിരിച്ച് ജീവൻ കൊടുക്കണം എന്നാണ്. കാരണം മകന് കൊടുത്ത വരമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്തും ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളൊരു മോനായതുകൊണ്ട് പുള്ളിക്കാരൻ ആ വരം തിരിച്ച് പുള്ളിക്കാരൻ്റെ വൈഫിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പരശുരാമന്റെ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന പരശുരാമന്റെ വീട്ടിൽ അല്ലെങ്കിൽ മഠത്തിൽ ഒരു പശു ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പശു, കാമധേനു. ഓക്കെ, ഈ കാമധേനുവിനെ ക്ഷത്രിയനായിട്ടുള്ള ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ തട്ടിക്കൊണ്ടുപോകുന്ന ആളാണ് അർജുനൻ. വെറുതെ അല്ല തട്ടിക്കൊണ്ടുപോയത്, ഈ പറയുന്ന പരശുരാമന്റെ അച്ഛനെ തട്ടിക്കളഞ്ഞിട്ടാണ് ഈ പശുവിനെ കൊണ്ടുപോകുന്നത്. ഇതിൽ കലി കൊണ്ടിട്ടാണ് പരശുരാമൻ 64 ക്ഷത്രിയഗണങ്ങളിലെ 5 തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞേക്കുന്നത്.
പോരാത്തതിന് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ഈ പറയുന്ന പോലെ ക്ഷത്രിയന്മാരോട് ഭയങ്കരമായിട്ട് വെറുപ്പായിരുന്നു ഈ പറയുന്ന പരശുരാമന്. എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാമൻ അമ്പൊടിച്ചപ്പോഴും ഈ സൗണ്ട് കേട്ട് പരശുരാമനോട് എത്തിയിരുന്നു. പരശുരാമന് മരണമില്ലാത്ത ഒരാളാണ്. ഓക്കെ, ഇങ്ങനെയാണ് പുരാണങ്ങൾ പറയുന്നത്. കാരണം ശിവഭഗവാന്റെ വില്ലാണ് ഈ പറയുന്ന രാമൻ ഒടിച്ചു കളഞ്ഞിരിക്കുന്നത്. ആ രാമൻ വില്ലൊടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടിട്ടാണ് ഈ പറയുന്ന പരശുരാമൻ അവിടേക്ക് ഓടിയെത്തുന്നത്. ഓടിയെത്തിക്കഴിഞ്ഞ് കോപകുലനായിട്ട് നിൽക്കുന്ന പരശുരാമൻ കാണുന്നത് വിഷ്ണുവിന്റെ വേറൊരു അവതാരമായ രാമനെയാണ്. അത് കണ്ടു കഴിഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത് വിഷ്ണുവിന്റെ വേറെ അവതാരമായ രാമനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പുള്ളി അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ല.